ഇല്ലിപ്പം ഞങ്ങൾ ആ നിലപാട് മാറ്റിയല്ലോ. ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു 1000 ബേബീസ് അല്ലേ, 1000 ബേബീസ് എന്നുള്ള വെബ് സീരീസിൽ. അത് നമ്മളുടെ നജീം കോയ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ്റെ സെറ്റിലാണ് അത് ഉണ്ടായത്. ഒന്നും കിട്ടിയില്ല. അതൊരു കാൽക്കുലേറ്റഡ് മിസ്ഇൻഫർമേഷൻ്റെ മുകളിലാണ് ആ റെയ്ഡ് നടന്നത്. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. ഇപ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ലൊക്കേഷൻ പരിശോധിക്കുന്നത്. പക്ഷേ അവർ പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസ് കമ്മിറ്റി എഫിഷ്യൻ്റ് അല്ലാന്ന് ഞങ്ങൾ കരുതും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവൈലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ. ഒപ്പം ഞാൻ മന്ത്രി ശ്രീ എം പി രാജേഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം, നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP ആയിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് 26-ാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട്. ഒരു ഡ്രൈവാണിത്. പിന്നെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസും നമ്മളും ഒക്കെ പ്രവർത്തിക്കുന്നത് 100% റിസൾട്ടിന് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കൂ. എന്തോ ഷൈനെ പിടിക്കുമ്പോൾ അന്ന് ഫ്ലാറ്റിൽ കൊക്കയും തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണല്ലോ കോടതി ഇപ്പോൾ വെറുതെ ഇട്ടത്. അപ്പോൾ ആ ശീലം അന്ന് മുതലേ ഉള്ള ഒരാളെ എന്തുകൊണ്ടാണ് ഈ ശീലം ഇവർ ഉപേക്ഷിക്കാത്തത് പറഞ്ഞു? അല്ല, നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാവുന്ന ഇത് ഉപയോഗിക്കില്ലല്ലോ. അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ്. അതൊരു ശാരീരിക അവസ്ഥയും കൂടിയാണ്. അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടികൾ അസാധ്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ചികിത്സാ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ടായി. അതിനോട് പൂർണ്ണമായും സഹകരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷൈൻ മുമ്പെങ്ങുമില്ലാത്ത പോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത്. ഒരാൾ ഒരവസരം വേണം എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിനോട് ചെയ്യുക. പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, കാർക്കശ്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. തീർച്ചയായിട്ടും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം തീവ്രമായി ആഗ്രഹിക്കുന്നു. അന്ന് ഡയറക്ടർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി, അങ്ങനെ ഒന്നും വിവരം എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഡയറക്ടർ ഒരു വാദം ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ IC-യിലൊക്കെ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട്, ഫെഫ്കയുടെ കീഴിലാണ് ഡയറക്ടറുകൾ, ആ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അന്ന് പരാതി നൽകിയിരുന്നു, ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ചോദിച്ചിരുന്നു. പിന്നെ ഫെഫ്കയുടെ ഇദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പകൽ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വിവരം എടുത്തിട്ടുണ്ട്. പക്ഷേ IC എന്ന് പറയുന്ന ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ബോഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരെ ഇടപെടാൻ? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇത് അദ്ദേഹം തന്നെ, അതായത് ഷൈൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ച കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് ഫോൺ കിട്ടുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഷൈൻ ഏതോ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. എനിക്കറിയാൻ കൂടി വയ്യ ഷൈൻ എവിടുന്ന ചാടി ഓടിയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളും ലയബിൾ ആവുന്നുണ്ട്, ആൻസറബിൾ ആവുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറ്റില്ല. അതെങ്ങനെയാണ് പറ്റാൻ പറ്റുക? അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തെ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം. കാര്യം ഇപ്പോൾ അലി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ആ ഡയറക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോൾ അയാളുടെ ആദ്യ സിനിമ ചെയ്യുന്ന ആളാണ്. ആ സിനിമ അയാൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പക്കാരനാണ്, 10-32 വയസ്സേ ഉള്ളൂ അയാൾക്ക്. അയാൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ആ സിനിമ അയാൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു മാനസിക വ്യഥയുണ്ടല്ലോ, അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ സംഘടന ലക്ഷ്യം. തീർച്ചയായിട്ടും സഹകരിക്കും. ആ പ്രൊമോഷനിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകോപനങ്ങളുണ്ടാവാം മാധ്യമങ്ങളിൽ നിന്ന്, ഉത്തരം പറയരുത് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുക.
അത് ഞാൻ പറയില്ല സൈൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ റിപ്പോർട്ട് വെളി വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പറയുമല്ലോ. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, നിയമപരമായി പോലും ശരിയല്ലല്ലോ. ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരോട് നിർഭയമായിട്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അവർ സഹകരിച്ച് കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഐസിയുടെ റിപ്പോർട്ട് രണ്ട് തട്ടിലേക്ക് ചേംബർ പറയുന്നത് ചേംബറിന്റെ കമ്മിറ്റിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷെ നിർമ്മാതാക്കൾ പറഞ്ഞാൽ ആ നിർമ്മാതാവാണ് കൊടുക്കേണ്ടത്. ആ നിർമ്മാതാക്കളുടെ സംഘടിക്കണം. ഞാൻ അന്വേഷിച്ചപ്പോൾ അതാണ് ശരിയത്. പിന്നെ ചേംബർ എന്താണ് ചില കാര്യങ്ങൾ മാറ്റി മറിച്ച് പറയുന്നത്? അത് ചേംബറിനോട് ചോദിക്കുക, എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ചേംബറിന്റെ അല്ലല്ലോ, ഞങ്ങൾ ചേംബറിൻ്റെ ഭാഗമൊന്നുമല്ല. ഇല്ല ഇല്ല അതൊന്നുമില്ല. ഞങ്ങൾ ട്രേഡ് യൂണിയൻ അല്ലേ? ഞങ്ങൾ ട്രേഡ് യൂണിയൻ അല്ലേ? ഏതാ നടന്മാരെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഉള്ളവരെ ഉണ്ട്. മനസ്സിലായോ? തീർച്ചയായിട്ടും അല്ല, അത് വളരെ കോൺഫിഡൻഷ്യലായിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ. വളരെ കോൺഫിഡൻഷ്യലായിട്ടേ ചെയ്യുള്ളൂ. അത് നിങ്ങളെ അറിയിക്കുകയില്ല.